നമസ്കാരം, ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വലിയ കൊഞ്ച് വാഴയിലയിൽ പൊള്ളിക്കുന്നതാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങ നീര്, കുരുമുളക് പൊടി, പെരിഞ്ചീരകം പൊടിച്ചത്, ഉപ്പ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് മാരിനേഷന് ആവശ്യമുള്ളത്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, പാകത്തിനുള്ള ഉപ്പ്. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് വെക്കുക. നമ്മൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ച് 8 മിനിറ്റ് ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ആ കൊഞ്ചിൻ്റെ കാല് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മീറ്റ് എടുത്തിരുന്നതാണ്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും വെളുത്തുള്ളിയുടെ പൊടിയായിട്ട് കഴിഞ്ഞു. നമ്മൾ 2 കൊഞ്ചം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ അതിലേക്ക് പച്ചമുളക്, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്. അതിലേക്കിട്ട് കൊഞ്ച് ഏകദേശം നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്റ്റിക്കിൽ നിന്ന് ഊരുമ്പോൾ തന്നെ അത് സ്മൂത്തായിട്ട് ഊരി പോരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് 4 മിനിറ്റോടെ വേവിക്കുക. വെച്ചിട്ട് കുറച്ച് സവാളയും